നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ദുഷ്ടനോ നീചനോ അല്ല, ഹൃദയത്തിൽ കന്മദം പൊഴിക്കുന്നവൻ. ആരും പ്രതീക്ഷിക്കാത്ത ഒരു ദിനത്തിൽ ഞാൻ വീണ്ടും വരും. തെളിവുകളില്ലാതെ ആരുടെയും മനസ്സ് വേദനിപ്പിക്കരുത്. അതാണ് കൊടുംപാപം. സ്വാമി, നഷ്ടം ഞങ്ങൾക്കാ. സ്വന്തം മുതല് പോലും മോഷ്ടിക്കുന്നവരുള്ള മണ്ണിൽ നഷ്ടത്തിന് എന്ത് പ്രസക്തിയാണ് കുഞ്ഞേ? നഷ്ടപ്പെടുന്നത് വിശ്വാസങ്ങളും മനസ്സുമാണ്. ഇത് മനോജിനെ എന്നെയും ടാർഗറ്റ് ചെയ്തിറക്കിയ സ്വാമി ചെയ്യാം. കൂലിക്കെടുത്ത ആളായിരിക്കും. അമ്മയായിരിക്കും ഇതിന്റെ പിന്നില്. ആ വന്ദനയ്ക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ. അതെ, അമ്മയുടെ ആള് തന്നെയാവും. അതെ, അമ്മ. ഞാൻ അമ്മയുടെ ആള് തന്നെയാ. ലോകത്തെ കാക്കുന്ന സാക്ഷാൽ അഖിലാണ്ടേശ്വരിയാണ് ആ അമ്മ. ചുറ്റും വിഷസർപ്പങ്ങൾ ഇഴയുന്ന പാത. സൂക്ഷിച്ചു താണ്ടണം. ധൂളിയും ധൂപങ്ങളും രണ്ടും നാശം വിതയ്ക്കും. വിതയ്ക്കുന്നത് തനിയെ കൊയ്യേണ്ടി വരും. കൈകാലുകളില്ലാതെ ഇഴയുന്ന മാംസപിണ്ഡങ്ങളെ ദുസ്വപ്നമായി കാണും. ദുസ്വപ്നങ്ങൾ അകലട്ടെ. സ്വാമിജി, ഈ വീട്ടില് വന്ദനയുടെ കാര്യത്തിലെ എല്ലാവർക്കും സങ്കടം. ഇതുവരെ വന്ദനയ്ക്കൊരു താലിഭാഗ്യം ഉണ്ടായിട്ടില്ല. അസംബന്ധം. വന്ദനയ്ക്ക് താലിഭാഗ്യം ഉണ്ടായിട്ടില്ലെന്ന്. ഇവൾ വിവാഹിതയാണ്. സ്വാമി, അതെ, വന്ദന സുമംഗലിയാണെന്ന്. ഇയാൾ എവിടെന്നോ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് കള്ളസ്വാമി കളിക്കാൻ വന്നതാ. അമ്മ ഇത് ഉഡായിപ്പാണ്. പ്രകാശേട്ടാ, വെറുതെ ആവശ്യമില്ലാത്തത് പറഞ്ഞ് ശാപം പിടിച്ചു വെക്കരുത്. പോടിയാണോ സ്വാമി, ഈ ദിയമോള് വന്ദന പ്രസവിച്ച കുഞ്ഞല്ല, അവളുടെ വളർത്തുമകളാ. ആ, അതറിയാം. കല്യാണ മണ്ഡപത്തിൽ വെച്ച് ഏറ്റെടുത്ത കുഞ്ഞ്. ഈ വീട് ശാപഗ്രസ്തമാണ്. അശാന്തിയുടെ കരിനിഴൽ വീണിരിക്കുന്നു. കാരണം കാലങ്ങൾക്ക് മുന്നേ തുടങ്ങിയതാണ്.
മാധവനും ചന്ദ്രികയും ജീവിതം ആരംഭിച്ചപ്പോൾ ജീവിതം കൈവിട്ടുപോയ പിതാവ് ഇന്നും ജീവച്ഛവമായി കിടക്കുന്നു. പിതൃശാപം, മഹാപാപം, പരിഹാരം കണ്ടേ മതിയാകൂ. കൊടുത്തതേ കിട്ടൂ. അന്ന് പിതാവിന് കൊടുത്ത വേദനയാണ് കാലങ്ങൾക്കിപ്പുറം ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. പരിഹാരകർമ്മം ചെയ്യണം. അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. മാധവൻ നായരും ചന്ദ്രികയും കൂടി മുന്നോട്ടുള്ള യാത്രയിൽ ഈശ്വര സാന്നിധ്യം ഒപ്പമുണ്ടാവും. തടസ്സങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെയും ഒരു രക്ഷകൻ സഹായത്തിനെത്തും. എന്നാ പിന്നെ യാത്ര പറയുന്നില്ല. വന്ദനെ, ദുഃഖം ഒഴിവാകും. നിന്നെ കാണാൻ അവൻ വരും. താമസം വിന അവൻ തന്നെ അത് വെളിപ്പെടുത്തും. സ്വാമി, ഭയക്കണ്ട. ദുഷ്ടനോ നീചനോ അല്ല. ഹൃദയത്തിൽ കന്മദം പൊഴിക്കുന്നവൻ. ആരും പ്രതീക്ഷിക്കാത്ത ഒരു ദിനത്തിൽ ഞാൻ വീണ്ടും വരും. നന്മ മാത്രം വരട്ടെ. മോളെ, നീ പഴയതൊക്കെ ഓർത്ത് കരയാൻ നിക്കണ്ട. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. കാലങ്ങൾക്ക് മുമ്പേ നടന്ന കാര്യത്തെക്കുറിച്ച് ഇപ്പൊ ഓർത്ത് പശ്ചാത്തപിച്ചിട്ട് എന്താ കാര്യം? അതെ, അമ്മ പറഞ്ഞതാ ശരി. അല്ല മധുവേട്ട, ആ സ്വാമിജി പറഞ്ഞത് കേട്ടില്ല. ഞാൻ കാരണം അച്ഛൻ. എന്താ അമ്മ ഇത്? അന്ന് അമ്മ അച്ഛനോടൊപ്പം ഇറങ്ങി വന്നില്ലായിരുന്നെങ്കിൽ ദേ ഈ വർഷയെ പോലെ ഇത്രയും നല്ല മിടുക്കിയായ ഒരു മോള് കിട്ടുമായിരുന്നോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.